അപ്പോൾ അതാണ് വാർത്ത. മറ്റൊരു കാര്യം അശ്വതി, പ്രധാനമായും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് തിരുവനന്തപുരത്തെ ജലവിതരണം മുടങ്ങും എന്നുള്ളതാണ്. അതായത് ഇപ്പം പല ഘട്ടങ്ങളിലായി പല പ്രവൃത്തികളുടെ പേരിൽ ജലവിതരണം മുടങ്ങിയതും ദിവസങ്ങളോളം ഇടയ്ക്കൊരു ദിവസം വരാതിരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പ് തരുന്നത് കൊണ്ട് ഒരു ദിവസത്തെയൊക്കെ ആണെങ്കിൽ ജനങ്ങൾ അതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് ആ ഒരു 5 ദിവസം വെള്ളം മുടങ്ങി വല്ലാതെ നഗരവാസികൾ ദുരിതത്തിലായതിനു ശേഷം പിന്നീട് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഒരു ദിവസത്തേക്കാണ് ജലവിതരണം മുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി അടുത്ത ദിവസം, അതായത് പറഞ്ഞ സമയത്ത് തന്നെ വീണ്ടും വെള്ളം എത്തുന്നുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. നാളെയാണ് ഇതിപ്പോൾ ജലവിതരണം മുടങ്ങുന്നത്. അതായത് 8-ാം തീയതി രാത്രി 8 മണി മുതൽ 9-ാം തീയതി രാവിലെ 4 മണി വരെയാണ് നഗരത്തിൽ പല സ്ഥലങ്ങളിലും ജലവിതരണം മുടങ്ങുക. പേരൂർക്കട, ഹാർവിപുരം, NCC റോഡ്, പേരാപ്പൂർ, പാതിരപ്പള്ളി, ഭഗത് സിംഗ് നഗർ, ചൂഴമ്പാല, വയലിക്കട, മാടത്തുനട, നാലാഞ്ചിറ, ഇരുപ്പുകുഴി, മുക്കോല, മണ്ണന്തല, ഇടയിലെ കോണം, അരുവിയോട്, ചെഞ്ചേരി, വഴയില, ഇന്ദിരാനഗർ, ഊളമ്പാറ, പൈപ്പിൻമൂടി, ശാസ്തമംഗലം, വെള്ളയമ്പലം, കവടിയാറ്, നന്തങ്കോട്, കുറവങ്കോടം, പട്ടം, പൊട്ടക്കുഴി, മുറിഞ്ഞപാലം, ഗൗരീശപട്ടം, കുമാരപുരം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയാണ്. വലിയൊരു പ്രദേശമാണ് അല്ലെ, വലിയൊരു പ്രദേശമാണ്. അവിടെ നാളെ വെള്ളം മുടങ്ങുമെന്നാണുള്ളതാണ് ആര്യ വായിസ്. ആര്യ കൊട്ടാരക്കരക്കാരിയാണ് അല്ലെ. സ്ഥലങ്ങളൊക്കെ കൗതുകത്തോടെ ഞാൻ വായിച്ചു വരികയായിരുന്നു ഏതൊക്കെ സ്ഥലങ്ങളിലാണ്. എന്തായാലും നമ്മുടെ ഗൗരവമുള്ള വിഷയമാണ്. നഗരവാസികൾ എന്തായാലും നമ്മൾ ഇത്രയും വേഗം സ്ഥലങ്ങൾ പറഞ്ഞു പോയാൽ പോലും അവരുടെ സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കും. നാളെ എല്ലാവരും ഒരു ജാഗ്രത എടുക്കുക. വെള്ളം മുടങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പ് വാട്ടർ അതോറിറ്റി നൽകിയിട്ടുണ്ട്.